അങ്ങനെ തിങ്കളാഴ്ച തൊട്ട് കാത്തിരുന്നത് നമ്മുടെ വെള്ളിയാഴ്ച വന്നിട്ടോ. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഡേ ആണ്. കാരണം നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞി കിട്ടും. കോട്ടയം മണർകാട് റൂട്ട് പോകുന്നവർ കൃത്യം എല്ലാ വെള്ളിയാഴ്ചയും 12:45 നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പട കുട്ടികൾ കഞ്ഞി കൊടുക്കാനായിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് കഞ്ഞിയുടെ അടുത്തെത്തി. നമുക്ക് മൺചട്ടിയിലാണ് കഞ്ഞി സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള പയർ തോരനും ചമ്മന്തി പൊടി അച്ചാറും കൂടിയാണ് നമുക്ക് കഞ്ഞിയുടെ ഒപ്പം കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് സ്പൂണൊന്നും അവിടെ അവൈലബിൾ അല്ല. നമ്മൾ കൈവച്ച് തന്നെയാണ് കഞ്ഞി കുടിക്കുന്നത്. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഉച്ച സമയത്ത് വിശന്ന് വരുന്ന എല്ലാവർക്കും തന്നെ ഈ കഞ്ഞി കിട്ടുന്നതാണ്. കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനത്തെ ഞങ്ങൾ കഞ്ഞിയൊക്കെ മുഴുവൻ കുടിച്ച് വയറൊക്കെ നിറച്ച് തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. ഇത് കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീവഴിയാണ് കൊണ്ടുപോയി പാത്രം വെക്കേണ്ടത്. പാത്രം എല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇവിടെ കൊണ്ടുപോയി അടുക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്നത് കാണാം. മാംഗോ അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ എന്നോട് വീഡിയോയിൽ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒഴുത്തേക്ക് മഞ്ച് കഴിക്കണമെന്ന് ഭയങ്കര കൊതി. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി പോയി 20 രൂപയുടെ മഞ്ച് വാങ്ങിച്ചു. മഞ്ച് കണ്ടത് അവളുടെ മുഖത്ത് ട്യൂബ്ലൈറ്റ് കത്തി പോലത്തെ തെളിച്ചായിരുന്നു. ഇപ്പം ഞങ്ങൾ മഞ്ച് കഴിച്ച് അവിടെയൊക്കെ ചുറ്റി നടന്ന് പള്ളിയിലൊക്കെ കയറി അത് കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലോട്ട് പോയി.